സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. 1 തെസ്സലോനിക്കർ 3:8. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവിൽ നിലനിൽക്കണം, ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണം, പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരണം, ആത്മീക ജീവിതത്തിൽ പുഷ്ടി പ്രാപിക്കണം. ഇന്നലത്തേക്കാൾ ഇന്ന് ദൈവത്തോട് കൂടുതൽ അടുക്കണം. ദൈവിക വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മറ്റു തിരക്കുകൾ മാറ്റിവെച്ചേ മതിയാകൂ. നാം ഒറ്റയ്ക്ക് നിന്ന് അധ്വാനിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവം നമ്മുടെ കൂടെയുള്ളത്. ആകയാൽ ആത്മീക ജീവിതത്തിൽ ദിനംതോറും നമുക്ക് വർദ്ധിച്ചു വരാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഓരോ ദിവസവും ഞങ്ങളുടെ ആത്മീക ജീവിതം പുഷ്ടിപ്പെട്ടു വരുവാൻ സഹായിക്കണമേ. ദൈവിക കാര്യങ്ങളിൽ ആവശ്യമായ സമയം കണ്ടെത്തുവാനുള്ള കൃപ തരണമേ. ഉറപ്പുള്ള ഒരു ആത്മീക ജീവിതം നയിക്കാൻ സഹായിക്കണമേ അപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.